ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്, കാലി വണക്കം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ ഇന്ന് സ്കൂളുള്ള ദിവസമല്ല, തിങ്കളാഴ്ച. നമ്മൾ ഒരാഴ്ച വീഡിയോ ഇട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പ്രത്യേകിച്ച് കാരണങ്ങളൊന്നുമില്ല, ഒരു ദിവസം എടുക്കാൻ തുടങ്ങി. അപ്പോൾ പിന്നെ നാളെ എന്ന് വിചാരിച്ച് ആ ഒരാഴ്ച അങ്ങനെ പോയി. അപ്പോൾ ഇനി തിങ്കളാഴ്ച തൊട്ട് തുടങ്ങാമെന്ന് വിചാരിച്ചിട്ട് ഇന്ന് തൊട്ട് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യാൻ കേട്ടോ. അപ്പോൾ ദേവട്ടിക്ക് ഇന്ന് സ്കൂളിൽ കൊണ്ടുപോകാൻ ഞാൻ ഒരു പൊട്ടാറ്റോ റൈസാണ് ഒക്കെ ഉണ്ടാക്കുന്നത്. നമ്മുടെ ബിരിയാണി റൈസൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടാക്കുന്ന റൈസാണ്, നല്ല ടേസ്റ്റാണ്. അതിലേക്ക് കുറച്ച് ചിക്കനും കൂടി ഉണ്ടെങ്കിൽ ഉഷാറായി. പക്ഷെ ഇന്ന് നമുക്ക് ചിക്കൻ ഇല്ലാണ്ട് നമുക്ക് പൊട്ടാറ്റോ റൈസ് ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടി റെഡി ആക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഞാനിവിടെ ഒരു ഗ്ലാസ് ബിരിയാണി റൈസ് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് നമ്മൾ സാധാരണ ചോറ് വെച്ച് നമ്മൾ ഊറ്റിയെടുക്കണ മാതിരി അങ്ങനെ ഊറ്റിയെടുക്കണം കേട്ടോ. പിന്നെ അതിലേക്ക് വേണ്ടത് നമുക്ക് 2 ഉരുളക്കിഴങ്ങ്, ഒരു ചെറിയ തക്കാളി, ഒരു സബോള, ഒരു 4-5 അല്ലി വെളുത്തുള്ളി, 2 പച്ചമുളക്, അത്രയാണ് കേട്ടോ. അപ്പം ഞാൻ അതൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാൻ പോവുകയാണ് ഫ്രണ്ട്സ്. നമ്മുടെ റൈസിനുള്ള വെള്ളമാണ് കേട്ടോ. വെജിറ്റബിൾസ് കട്ട് ചെയ്യുമ്പോഴേക്കും നമുക്ക് റൈസിന്റെ പണി കഴിക്കാമല്ലോ. ഈ അടപ്പാണ് ഞങ്ങളുടെ ചായ. എവിടേക്ക് കോഴിമുട്ട കൊണ്ടുപോണ? കോഴിമുട്ടയാ? ഇതെന്ത് റൈസല്ലേ? അതിൻ്റെ ഒപ്പം കോമ്പിനേഷൻ പുഴുങ്ങിയിട്ട് വെക്കണം? വേണ്ട വേണ്ട വേണ്ട. വേണമെന്നുണ്ടെങ്കിൽ 2 കോഴിമുട്ട പുഴുങ്ങാനായിരുന്നു. അപ്പൊ അവൾക്ക് വേണമെന്ന് പറഞ്ഞിട്ടാ. അപ്പൊ നമ്മുടെ റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഫ്രണ്ട്സ്, നമ്മുടെ റൈസൊക്കെ ഊറ്റി കഴിഞ്ഞ് ഇനി നമ്മൾ ഉരുളക്കിഴങ്ങ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ പോവാണ് കേട്ടോ. അപ്പൊ ഞാൻ ഇതിലേക്ക് സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചിട്ടുള്ളത്. ഇതിലേക്ക് ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുക്കാം. മസാലകൾ ഇട്ട് കൊടുക്കണം കേട്ടോ. നമ്മളിവിടെ 1/2 സ്പൂൺ മുളകും പൊടി, 1/2 സ്പൂൺ മല്ലിപ്പൊടി, പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് ഗരം മസാലപ്പൊടി, ഇത് 4 എടുത്തുള്ളത്. ഇത് ഇതിൻ്റെ മേലേക്ക് വിതറി കൊടുക്കാം. കുറച്ച് ഉപ്പും വിതറി കൊടുക്കാം. ഇതൊന്ന് ഫ്രൈ ആവട്ടെ കേട്ടോ. അപ്പൊ നമ്മുടെ ഉരുളക്കിഴങ്ങൊക്കെ ഫ്രൈ ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഈ ചട്ടിക്ക് തന്നെ റൈസ് പാകാക്കാം. കൈ പുള്ളിയായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ട് ഇതിന്. പിള്ളേർക്കൊക്കെ ഇഷ്ടമുള്ള സാധനമല്ല ഉരുളക്കിഴങ്ങ്. അപ്പൊ അത് വെച്ചിട്ട് റൈസ് റെഡിയാക്കി കൊടുത്താൽ സൂപ്പറായിട്ട് ഫുഡ് കഴിക്കാം. അല്ലേ ദേവോ? എന്നെ പോലെ. അപ്പൊ വീണ്ടും ഞാൻ കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. സൺഫ്ലവർ ഓയിൽ തന്നെ. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് വെളുത്തുള്ളി, ഒരു 4-5 വെളുത്തുള്ളി ഞാൻ ചെറുതാക്കി അരിഞ്ഞു വെച്ചിട്ടുണ്ട്, അത് ഇട്ട് കൊടുക്കാം. ഇനി 2 പച്ചമുളക് ഇട്ട് കൊടുക്കാം. നമ്മുടെ സബോള ചെറുതാക്കി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, അത് ഇട്ട് കൊടുക്കാം. കറിവേപ്പില, ഒപ്പം ഞാൻ തക്കാളി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് ഒരുപാട് നേരം വാടാനൊന്നും നിൽക്കണില്ല. ഇതൊരു ചെറിയ തക്കാളിയാണ് കേട്ടോ. കുറച്ച് ഉപ്പ്,
ഇനി നമ്മൾ ഇതിലേക്ക് ചിക്കൻ മസാല അല്ലെങ്കിൽ ബിരിയാണി മസാല കേട്ടോ. അപ്പം ഞാൻ എടുത്ത് കൊടുക്കുന്നത് ബിരിയാണി മസാലയാണ്. ഇത് ഭയങ്കര കുത്തുള്ള കാരണം ഞാൻ കുറച്ചിന്നെ എടുത്തിട്ടുള്ളൂ. ഇല്ലെങ്കിൽ ചിക്കൻ മസാല ഉണ്ടെങ്കിൽ ചിക്കൻ മസാല ഇടാം കേട്ടോ. അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ സബോളയൊക്കെ നന്നായി വാടിയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മുടെ വറുത്ത് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങില്ലേ അതിട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. ഇനി നമ്മുടെ റൈസ് ഇട്ട് കൊടുക്കുക. റൈസിൽ നമ്മൾ ഉപ്പിട്ട് ഊറ്റിയാൽ മതി തന്നെ, പക്ഷെ ഉപ്പിടാൻ മറന്നുപോയി. അപ്പം ഇനി മിക്സ് ചെയ്യുമ്പോൾ ഉപ്പിട്ട് കൊടുക്കുക. കുറച്ച് ഉപ്പും 1 സ്പൂണ് വിനാഗിരി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എല്ലാം കൂടി എന്നിട്ട് മിക്സ് ചെയ്യാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ പൊട്ടാറ്റോ റൈസ് സൂപ്പർ ആയിട്ടുണ്ട്. അതിൻ്റെ തീ ഞാൻ ഓഫ് ചെയ്തു. മിക്സിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഉപ്പൊക്കെ പാകത്തിനെ കറക്റ്റാക്കി ഇട്ടിട്ടാണ് മിക്സ് ചെയ്തത്. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. നമ്മൾ വിചാരിക്കുന്ന മതിയല്ല, സൂപ്പറായിട്ടുണ്ട്. പിള്ളേർക്കായതുകൊണ്ട് എരിവൊക്കെ കുറച്ചിട്ടിട്ടുള്ളൂ. അതുകൊണ്ട് അടിപൊളി നല്ല ടേസ്റ്റ് ആയിട്ടുണ്ട്. അപ്പം ഇനി ലഞ്ച് ബോക്സിലാക്കാം. അതിൻ്റെ ഉള്ളിൽ ദേവട്ടി പോയി കുളിച്ച് റെഡി ആയിട്ട് വരട്ടെ. ദേവട്ടീനെ ഞാനിവിടെ പിടിച്ച് വീഡിയോ എടുക്കാൻ നിർത്തിയിട്ടാണ്. ദേവട്ടി റെഡി ആയിട്ടില്ല. ദേവട്ടി റെഡി ആയി വന്നിട്ട് നമുക്ക് ലഞ്ച് ബോക്സിലാക്കാം. ഓക്കെ ഓക്കെ. ഇതിൻ്റെ കൂടെ നമുക്ക് സാലഡോ അല്ലെങ്കിൽ ടൊമാറ്റോ സോസോ ഏത് വേണമെങ്കിലും കൂട്ടി കഴിക്കാട്ടെ. ടൊമാറ്റോ സോസ് ആകുമ്പോൾ ഒന്നുകൂടി നല്ല ടേസ്റ്റ് ഉണ്ടാവും. ദേവട്ടി അതാ കൊണ്ടുപോകാറ്. അപ്പം ഞാൻ സാലഡൊന്നും ഉണ്ടാക്കുന്നില്ല. അപ്പോൾ ദേവ് പോയി കുളിച്ച് റെഡി ആയിട്ട് വാ. എന്നിട്ട് ലഞ്ച് ബോക്സിലാക്കാം. ഓക്കെ ഓക്കെ. മല്ലിയില വെതറി കൊടുക്കാൻ മറന്നു കേട്ടോ. കട്ട് ചെയ്തിട്ട് അവിടെ വെച്ചു. ഇപ്പൊ തിരിഞ്ഞപ്പോഴാണ് ഓർമ്മ വന്നത്. അപ്പൊ മല്ലിയിലയും കൂടെ വെതറി പണിയിക്കട്ടെ. ഇനി ദേവട്ടി പോയി റെഡി ആയി. അപ്പൊ ഫ്രണ്ട്സ്, ദേവട്ടി കുളിച്ച് റെഡിയായി വന്നു കേട്ടോ. ഇനി അവൾക്ക് ഫുഡ് കൊടുക്കാൻ പോവാണ്. അവള് രാവിലെ കഴിക്കണത് ഇത് തന്നെയാണ് കേട്ടോ. എനിക്ക് ചായക്ക് പുട്ടും പപ്പടമാണ്. അപ്പൊ പുട്ടും പപ്പടവും വേണ്ട, എനിക്ക് ഈ റൈസ് തന്നെ മതിയാണ് ദേവട്ടി പറഞ്ഞത്. ഏത് കഴിച്ചാലും ഓക്കെ. മതിയാ? നോക്കട്ടെ. മതി മതി. പിന്നെ ഞാൻ സോസൊക്കെ ഇതിലാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾക്ക് കഴിക്കാട്ട് കൊടുക്കാം. രാവിലെ അധികം ഒന്നും കഴിക്കില്ല കേട്ടോ. കുറച്ചിനെ കഴിക്കുള്ളൂ. കുറച്ച് സോസും. കഴിച്ചു നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് പറയൂ ദേവട്ടി. ഓക്കെ. അപ്പൊ ഫ്രണ്ട്സ്, ഞാൻ ഇത് ടേസ്റ്റ് നോക്കാൻ പോവാണ്. കുറച്ച് സോസ് ഇങ്ങനെ എടുത്ത് ഒരു വർഷം ഉരുളങ്കിഴങ്ങ് എടുത്ത് ടേസ്റ്റ് ഉണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട്. അടിപൊളിയുണ്ട്. ഉരുളങ്കിഴങ്ങ് ഇങ്ങനെ നമ്മള് സോസിലൊക്കെ നമുക്ക് ഇങ്ങനെ വറുത്തതിന്നില്ലേ, അതിന്റെ ഒക്കെ ഒരു ഏകദേശം ഒരു ടേസ്റ്റ് ഒക്കെ ഉണ്ട് ഉരുളങ്കിഴങ്ങ് വെച്ച് തിന്നുമ്പോ. അപ്പൊ കഴിച്ചിട്ട് സ്കൂളിൽ പോവാൻ നോക്കിട്ടാ. അപ്പൊ ഫ്രണ്ട്സ്, നമ്മുടെ ഉരുളക്കിഴങ്ങ് റൈസിന്റെ റെസിപ്പി ഇഷ്ടപ്പെട്ട ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത് കേട്ടോ. കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു ലഞ്ച് ബോക്സ് ആണ്. അപ്പോൾ മറക്കാണ്ട് ട്രൈ ചെയ്യുക. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോയുമായി ബൈ.